എല്ലാവർക്കും ദൈവത്തിൻ്റെ നാമത്തിൽ വന്ദനം. ഈ പുതിയ വർഷത്തിൻ്റെ ആരംഭത്തിൽ ഞാൻ നിങ്ങളുടെ മുൻപാകെ നിൽക്കുന്നു. വലിയ കാര്യങ്ങളൊന്നും പറയാനല്ല, ഒരു കഥ പറയാനാണ് ആഗ്രഹിക്കുന്നത്. മോശയുടെ ഇസ്രായേലീസിനെ ഈജിപ്തിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ നേതൃത്വം നൽകിയവൻ്റെ, ഫറവോൻ്റെ നേരെ നിന്ന് എൻ്റെ ജനത്തെ സ്വതന്ത്രരാക്കൂ എന്ന് പറഞ്ഞവൻ, അസാധ്യമായത് സാധിച്ചവൻ. പുറപ്പാട് പുസ്തകത്തിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതിലൊരു വാക്യം വായിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കഥയിലേക്ക് കടന്നു വരാം. പുറപ്പാട് 14-ാം അധ്യായം 14-ാം വാക്യം. എക്സോഡസ് ചാപ്റ്റർ 14 വേഴ്സ് 14. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ, സത്യമായിട്ട് പറഞ്ഞാൽ, മോശയ്ക്ക് നേതൃത്വം ഏറ്റെടുക്കാൻ താല്പര്യമില്ലായിരുന്നു. അവൻ ചിന്തിച്ചു, എനിക്കതിന് കഴിവില്ലെന്ന്. ഇത്രയും വലിയ ഒരു ഉത്തരവാദിത്വം എടുക്കാൻ ഞാൻ ചിന്തിക്കുന്നതും അത് തന്നെയാണ്. ഒരു പക്ഷേ നിങ്ങളിൽ പലരും. മോശ ദൈവത്തോട് തർക്കിച്ചു, ഞാൻ എങ്ങനെ ഫറവോൻ്റെ മുമ്പിൽ പോകും? എനിക്ക് സംസാരിക്കാൻ അറിയില്ല, ഞാൻ ബലവാനല്ല. അവനിൽ തന്നെ സംശയമായിരുന്നു. എന്നിട്ടും ദൈവം അവനെ തിരഞ്ഞെടുത്തു. ദൈവം അവനെ വിളിച്ചു. ഈ ഭയവും തോൽവിയും നല്ലതല്ല. എന്നാൽ മോശ പിന്മാറിയില്ല. കാരണം അവൻ വിശ്വസിച്ചു. മോശ ചെങ്കടലിന് മുമ്പിൽ നിന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ഫറവോന്റെ സൈന്യം പിന്നാലെയുണ്ട്. അവന്റെ മുമ്പിൽ അസാധ്യമായ ചെങ്കടൽ നിരന്ന് കിടക്കുന്നു. പതറിപ്പോയി, എന്ത് ചെയ്യണമെന്നറിയാതെ. ആകെ ചെയ്യുക ഒന്ന് മാത്രം, വിശ്വസിക്കാം. ദൈവം അവനോട് പറഞ്ഞു, നീ എന്തിനു ഭയപ്പെടണം? നിന്റെ വടി കടലിനു മേൽ ഉയർത്തുക, അതിനെ വിഭാഗിക്കാം. അവനത് ചെയ്തു. കടൽ രണ്ടായി മാറി. പ്രിയപ്പെട്ടവരെ, നാം ഒക്കെ ചെങ്കടലിന് മുമ്പിൽ നിന്നിട്ടുണ്ട്. എല്ലാം അസാധ്യമായ അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ, മുമ്പോട്ട് പോകാൻ ഒരു വഴി, ഒരു മാർഗമില്ലാതെ വിറങ്ങലിച്ച് നിന്നിട്ടുണ്ട്. ജീവിതത്തിൽ പലപ്പോഴും കൂടെയുള്ളവർ നിന്നെ കുറ്റപ്പെടുത്തും, അവർ പരിഹസിക്കും, നിന്ദിക്കും. എന്നാൽ ദൈവം വിളിച്ചു മാറ്റിയവരെ, തിരഞ്ഞെടുത്തവരെ അതിൽ നിന്നൊക്കെ വിടുവിക്കും, അസാധ്യമായത് നടത്തിത്തരും. മോശ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, ചെങ്കടൽ പോലെ മുന്നിൽ വഴിമിട്ടി നിൽക്കുന്ന അവസ്ഥയിൽ പോകാൻ ഒരു വഴിയുണ്ട്. നമ്മൾ സ്വയം വിചാരിച്ചാൽ നടക്കാത്തത്, അതിലും വലിയതായ ഒന്നുണ്ട്. അസാധ്യമായത് സാധിക്കുന്നത്. അവനറിയില്ലായിരുന്നു ഉത്തരം. അവൻ വിശ്വസിച്ചു, അവൻ നടപ്പാക്കി. മനസ്സിലായോ? ഭയമാണെങ്കിലും ഒരു പടി മുമ്പോട്ട് മോശ അവരെ നയിച്ചു. കാരണം അവൻ അനുസരിച്ചു ദൈവത്തിൻ്റെ വാക്കുകൾ. അവൻ മുന്നോട്ട് നടന്നു. ഭയമില്ലാഞ്ഞിട്ടല്ല, പിന്നെയോ അവൻ വിശ്വസിച്ചു. He trusted the words of God. He believed. He obeyed. നാം ഓരോരുത്തരും ചെയ്യേണ്ടത് ഇതാണ്. ആദ്യത്തെ ഒരു പടി മുന്നോട്ട് പോകാം. കടൽ രണ്ടായി പിളരുമെന്ന് വിശ്വസിക്കാം.
നമുക്കത് കാണാൻ സാധിച്ചില്ലെങ്കിൽ കൂടി. നമ്മുടെയൊക്കെ മുന്നിൽ ഒരു ചെങ്കടലുണ്ട്. എന്തോ ഒന്ന് വലുതായി തോന്നുന്നത്, അസാധ്യമായി തോന്നുന്നത്, ഒരു തടസ്സമായി ഒരു പക്ഷേ മുന്നോട്ടുള്ള വഴി നമ്മെ കാത്തിരിക്കുന്നുണ്ടാവാം, നമ്മുടെ ആദ്യത്തെ പടിക്കായി. മോശ ചെങ്കടലിനെ മുഖാമുഖം കണ്ടില്ല. അവൻ കണ്ടത് സംശയമാണ്. അവൻ്റെ മാത്രമല്ല, അവൻ സഹായിക്കാൻ ശ്രമിച്ച ജനത്തിൻ്റെ സംശയമാണ് അവൻ കണ്ടത്. ഇസ്രായേലീസ് ആദ്യം മുതൽ അവനെ വിശ്വസിച്ചില്ല. അവർക്ക് അവനോട് ദേഷ്യമായിരുന്നു. അവർ പറഞ്ഞു, ഞങ്ങളുടെ ജീവിതം നീ കൂടുതൽ ദുരിതത്തിലാക്കിയെന്ന്, നല്ലതിന് പകരം കഷ്ടത്തിലാക്കിയെന്ന്. മോശ ഈ ഭാരമൊക്കെ സ്വയം വഹിക്കേണ്ടി വന്നു, അവൻ്റെയും ജനത്തിൻ്റെയും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഒന്ന് ആലോചിച്ചു നോക്കൂ. കൂടെയുള്ള ജനമൊക്കെയും മുമ്പിൽ അവരെ നയിക്കുന്നവനെ ചോദ്യം ചെയ്യുകയും വിധിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഒരവസ്ഥ. എന്നിട്ടും അവൻ പിന്മാറിയില്ല, ഓടിപ്പോയില്ല, ഇട്ടിട്ട് പോയില്ല. ഒരു പക്ഷേ അതായിരുന്നു അവൻ ചെയ്യേണ്ടത്. മോശയുടെ കഥ എന്താണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്? അവൻ ജനത്തെ നയിച്ചത് അവൻ കഴിവുള്ളവനും കുറ്റമറ്റവനും ആയിട്ടല്ല. കാരണം അവൻ വിളിക്കപ്പെട്ടു, അവൻ വിശ്വസിച്ചു, അവനേക്കാൾ വലുതെന്തോ ഒന്നുണ്ടെന്ന്. അവനറിയില്ല അതിനുത്തരം, മുന്നോട്ട് പോകാൻ അവനറിയില്ല. എങ്കിലും അവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അതുതന്നെയാണ് ഞാനും ഒരു പക്ഷേ നിങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ നയിക്കുമെന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഭാരം അധികമാകുമ്പോൾ വിശ്വസിക്കാം, കഠിനമാകുമ്പോൾ മുമ്പോട്ട് പോകാം. മുമ്പിൽ എന്താണെന്ന് അറിയില്ല. ഈ കഥ മോശയുടെ മാത്രമല്ല, പിന്നെയോ എൻ്റെയും നിങ്ങളുടെയുമാണ്. ഇപ്പോഴത്തെ കഥയാണ്. മോശയുടെ കഥയുടെ മറ്റൊരു ഭാഗം എന്നെ ചിന്തിപ്പിച്ചത് എന്താണെന്നോ, അത് ഏകാന്തതയാണ്. അവൻ ജനത്തെ നയിക്കുകയാണ്, എന്നാൽ ജനം അവനെ മനസ്സിലാക്കിയില്ല. അവർ അവനെ സംശയിച്ചു, അവർ അവനെ കുറ്റപ്പെടുത്തി. അവർ ആഗ്രഹിച്ചതുപോലെ അവരുടെ ഇഷ്ടത്തിന് നടക്കാഞ്ഞപ്പോൾ അവൻ എത്രമാത്രം ഒറ്റപ്പെടൽ, എത്രമാത്രം ഏകാന്തത തോന്നിയിട്ടുണ്ടാവാം. ജനത്തിൻ്റെ ഭാരം താങ്ങി അവരുടെ മുമ്പിൽ നിന്നപ്പോൾ അവർ എന്തോ വലുത് പ്രതീക്ഷിച്ചിരുന്നു. ഓരോ പടി മുമ്പോട്ട് പോകുമ്പോൾ അവർ അവനെ ചോദ്യം ചെയ്തു. ആ ഏകാന്തതയുടെ ആഴം എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു മുറിയിൽ തനിയെ ഇരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഏകാന്തതയല്ല. പിന്നെയോ തൻ്റെ ഒപ്പമുള്ള ജനത്തിനു വേണ്ടി കഷ്ടപ്പെട്ട് കഠിന പരിശ്രമം നടത്തി തീരുമാനമെടുത്ത് ത്യാഗം സഹിച്ച് എന്നിട്ടും തന്നെ മനസ്സിലാക്കാത്ത ഒരു ജനത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒറ്റപ്പെടൽ, ആ ഏകാന്തത. എന്നിട്ടും മോശെ മതിയാക്കിയില്ല, മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. ജനം പിറുപിറുത്തു, അവർ അവനെതിരെ തിരിഞ്ഞു. അവൻ പർവ്വതമുകളിൽ നിന്ന് ദൈവത്തോട് യാചിച്ചു, എനിക്ക് ശക്തി തരണമെന്ന്. ചിലപ്പോൾ നയിക്കുക എന്നത് എല്ലാം തികഞ്ഞിട്ടല്ല. എല്ലാവരും നിന്നെ മനസ്സിലാക്കണമെന്നില്ല. അത് തുടരുകയാണ്. ആ ഭാരം നിന്നെ തകർത്ത് കളയുമെങ്കിൽ കൂടി അത് നിന്റെ വിശ്വാസമാണ്.
ഇതൊക്കെയായിട്ടും ദൈവം മോശയോട് നേരിട്ട് സംസാരിച്ചിട്ടും അവന് പൂർണ്ണമായി വിശ്വസിക്കാൻ സാധിക്കാതെ തന്നെ താൻ പറഞ്ഞു, ഞാൻ ഇതിന് മതിയാവുമോ? എന്നെ കൊണ്ട് പറ്റുമോ ഇതിന്? ഞാൻ ഇതിന് പറ്റിയ ആളാണോ എന്നൊക്കെ മോശ ദൈവത്തെ ചോദ്യം ചെയ്തു. ഞാൻ ഇതിന് പറ്റിയ ആളല്ല, എനിക്ക് പറ്റില്ല, എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. എന്താണ് ദൈവം അവനോട് പറഞ്ഞത്? ദൈവം അവനോട് പറഞ്ഞില്ല നിനക്ക് സാധിക്കുമെന്ന്. ദൈവം അവനോട് പറഞ്ഞില്ല നീ ബലവാനാണ്, നീ വിചാരിക്കുന്നതിലും അധികമെന്ന്. പിന്നെ എന്താണ് പറഞ്ഞത്? I will be with you. I repeat, I will be with you. ഞാൻ നിന്നോടൊപ്പം ഉണ്ടാവുമെന്ന്. എന്താണ് ഇതിനർത്ഥം? വിശ്വസിക്കുക, നീ നടക്കുന്നത് ഒറ്റയ്ക്കല്ല. അവൻ മുമ്പോട്ട് നീങ്ങി. മോശജനത്തെ നയിച്ചത് അവൻ ഭയമില്ലാത്തവനോ എല്ലാം തികഞ്ഞവനോ ആയതുകൊണ്ടല്ല. പിന്നെയോ അവൻ വിശ്വസിച്ചു, ദൈവത്തിൻ്റെ സാന്നിധ്യം മതിയെന്ന് വിശ്വസിച്ചു. ഞാൻ ഇതാണ് പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാത്തിനും ഉത്തരമില്ലെങ്കിൽ കൂടി പലപ്പോഴും മുമ്പോട്ട് ഒരു പടി പോകാൻ സാധിക്കില്ല. എന്നാൽ നമ്മൾ ഒറ്റയ്ക്കല്ല. ഇതാണ് നാം ഓരോരുത്തരും ഓർമ്മിക്കേണ്ടത്. നിങ്ങൾ തനിയെയല്ല ഓരോന്നും ചെയ്യുന്നതെന്ന്. ഒരു പക്ഷേ നിങ്ങൾ പോകാൻ മാർഗമൊന്നുമില്ലാതെ ഒരു കടലിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴും ഓർമ്മിക്കുക, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഒരിക്കലും നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഇവിടെയാണ് മോശയുടെ കഥ നമ്മെ ചിന്തിപ്പിക്കുന്നത്. ദൈവം അവന് വാഗ്ദാനം കൊടുത്തിട്ടും അവൻ്റെ പ്രശ്നങ്ങൾ കൂടുകയത്ര ചെയ്തത്, കുറഞ്ഞില്ല. ഒരു കുറവും വന്നില്ല. മോശ ഫറവോൻ്റെ മുമ്പിൽ ആദ്യം പോയി നിന്ന് എൻ്റെ ജനത്തെ വിടണമെന്ന് പറഞ്ഞു. എന്താണ് സംഭവിച്ചതെന്നറിയുമോ? കാര്യങ്ങൾ നന്നാവുന്നതിന് പകരം മോശമാവുകയത്ര ചെയ്തത്, വഷളാവുകയത്ര ചെയ്തത്. ഫറവോൻ ജനത്തെ കൂടുതലായി പണിയെടുപ്പിച്ച് ദ്രോഹിച്ചു. ഇഷ്ടിക ഉണ്ടാക്കുന്ന വൈക്കോൽ എടുത്തു മാറ്റി. ഇഷ്ടികയുടെ എണ്ണം കുറച്ചതുമില്ല. പുറപ്പാട് പുസ്തകം 5-ാം അധ്യായം 6 മുതൽ 8 വരെ, എക്സോഡസ് ചാപ്റ്റർ 5 6-8 ഇപ്രകാരം കാണാൻ സാധിക്കും. അന്ന് ഫറവോൻ ജനത്തിൻ്റെ ഊഴിയ വിചാരകന്മാരോടും പ്രമാണികളോടും കൽപ്പിച്ചത് എന്തെന്നാൽ, ഇഷ്ടിക ഉണ്ടാക്കുവാൻ ജനത്തിന് മുമ്പിലത്തെ പോലെ ഇനി വൈക്കോൽ കൊടുക്കരുത്. അവർ തന്നെ പോയി വൈക്കോൽ ശേഖരിക്കട്ടെ. എങ്കിലും ഇഷ്ടികയുടെ കണക്ക് മുമ്പിലത്തെ പോലെ തന്നെ അവരുടെ മേൽ ചുമത്തേണം, ഒട്ടും കുറയ്ക്കരുത്. ജനം മോശയ്ക്കെതിരെ തിരിഞ്ഞു. അവർ മോശയെ കുറ്റപ്പെടുത്തി, അവരുടെ ജീവിതം കൂടുതൽ കഷ്ടതയിൽ ആക്കിയതിന്. ഇവിടെ മോശയ്ക്ക് വേണമെങ്കിൽ പിന്മാറാമായിരുന്നു. ഞാൻ ശ്രമിച്ചു, പരമാവധി നടന്നില്ല എന്ന് പറഞ്ഞു. എന്നാൽ അവൻ അത് ചെയ്തില്ല. അവൻ വിശ്വസിച്ചു, ഏത് സാഹചര്യത്തിലും ദൈവം അവനെ ഉപേക്ഷിക്കയില്ലെന്ന്. അതൊരു വലിയ പാഠമാണ് എനിക്കും നിങ്ങൾക്കൊക്കെയും. ചിലപ്പോൾ വിശ്വസിക്കുമ്പോൾ കാര്യങ്ങൾ എളുപ്പമായി വരില്ല, വഷളാകത്തേ ഉള്ളൂ. അപ്പോഴാണ് നാം ചിന്തിക്കുന്നത് തിരിച്ചു നടക്കാൻ. എന്നാൽ ഒന്നോർക്കണം, ആദ്യം നീ തുടങ്ങിയത് എവിടുന്നാണ്, എങ്ങനെയാണെന്ന്. മോശ പിന്മാറിയില്ല. കാരണം എന്താണ്? അവൻ ചെയ്തത് അവന് വേണ്ടിയല്ല. അവൻ തുടങ്ങിയത് അവൻ്റെ ഒപ്പമുള്ളവർക്ക് വേണ്ടിയാണ്.
അവനെ ഏൽപ്പിച്ചത് അവരെ നയിക്കാനാണ്. അല്ലാതെ അവൻ്റെ സന്തോഷത്തിനും ആശ്വാസത്തിനും അവൻ്റെ വിജയത്തിനും വേണ്ടിയല്ല, തന്നെ ആശ്രയിച്ചുള്ള ജനത്തിനു വേണ്ടിയാണ്. അവർക്കതറിയുമോ ഇല്ലയോ എന്നറിയില്ല. ഒരുപക്ഷെ ഇതാവാം മുമ്പോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നത്, എളുപ്പമല്ലെങ്കിൽ കൂടി. പക്ഷേ മോശയ്ക്ക് വാഗ്ദത്ത ഭൂമി കാണാൻ സാധിച്ചില്ല. അവൻ ജനത്തെ നീണ്ട 40 വർഷം മരുഭൂമിയിലൂടെ നയിച്ചു. വിശപ്പ്, കലാപങ്ങൾ, യുദ്ധങ്ങൾ, നിരവധി പ്രതികൂലങ്ങൾ. അവൻ അവർക്ക് അവനാൽ കഴിയുന്നതൊക്കെ നൽകി. അവർ അവനെ സംശയിച്ചപ്പോഴും ദൈവത്തിനെതിരെ തിരിഞ്ഞപ്പോഴുമൊക്കെ, എന്നിട്ടും അവൻ ജോർഡാൻ കടക്കാൻ സാധിച്ചില്ല. എന്നിട്ടും അവന് ജോർഡാൻ കടക്കാൻ സാധിച്ചില്ല. അവൻ ദൂരെ നിന്ന് കണ്ടു. അവൻ്റെ കാൽപാദം വയ്ക്കാൻ സാധിച്ചില്ല. ഈ ഭാഗം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അത് അന്യായമായി തോന്നാം. അവൻ്റെ ത്യാഗത്തിന് പ്രതിഫലം കിട്ടിയില്ലെന്ന് തോന്നാം. നാമൊക്കെ അങ്ങനെ ചിന്തിക്കാം. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, മോശയുടെ കഥ അവന് വേണ്ടിയല്ല. അവനെ ദൈവം വിളിച്ചത് അവന് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. അവൻ്റെ പിന്നാലെ വരുന്ന തലമുറയ്ക്ക് വേണ്ടിയാണ്. ഒരു പക്ഷേ അതാണ് ശരിയായ വിളിയുടെ അർത്ഥം. നിന്റെ ത്യാഗത്തിൻ്റെ ഫലം നിനക്ക് കാണാൻ സാധിക്കില്ല, നിന്റെ പിന്നാലെ വരുന്നവർക്കാണ്. മോശെ വാഗ്ദത്ത ഭൂമിയിലെത്തിയില്ല, എന്നാൽ അവൻ്റെ ഉദ്ദേശം അവൻ നിറവേറ്റി. അവൻ നയിച്ച ജനത്തെ അവിടെ എത്തിച്ചു. അവർക്ക് പ്രതീക്ഷ നൽകി. മറ്റുള്ളവർക്ക് മുമ്പോട്ട് പോകാനും വിജയിക്കാനും അടിത്തറയിടുകയും ചെയ്തു. ഒരുപക്ഷെ അവൻ അത് കാണാൻ സാധിക്കില്ല. എന്നിരുന്നാലും അതൊക്കെ തന്നെയാണ് നമ്മളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാം ചെയ്യുന്നത് നമുക്ക് വേണ്ടിയല്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങി വയ്ക്കുന്നതിൻ്റെ അവസാനം കാണാതെ. മോശയെല്ലാം തികഞ്ഞവനായിരുന്നില്ല. അവൻ സംശയിച്ചു, അവൻ തോറ്റു, അവൻ ദേഷ്യപ്പെട്ടു. എന്നാൽ അവൻ സത്യത്തിൽ, വിശ്വാസത്തിൽ ഉറച്ചു നിന്നു അവസാനം വരെ വ്യതിചലിക്കാതെ. ഞാനും നിങ്ങളും ചെയ്യേണ്ടത് അതാണ്. നമുക്ക് തോൽവികൾ ഉണ്ടാവാം, ജീവിതത്തിൽ സംശയങ്ങളുണ്ടാവാം. മുമ്പോട്ട് പോകുക. മോശ പർവ്വത മുകളിൽ നിന്ന് അവന് പ്രവേശിക്കാൻ കഴിയാത്ത വാഗ്ദത്ത ഭൂമി നോക്കിക്കണ്ടു. എന്തായിരിക്കും അപ്പോൾ അവൻ്റെ മനസ്സിൽ? നിരാശയാണോ? സമാധാനമാണോ? ഡിസപ്പോയിൻമെന്റ് ഓർ പീസ്? ഒരുപക്ഷെ ആ നിമിഷം അവന് മനസ്സിലായി കാണും, ആ നീണ്ട യാത്ര മൂല്യമുള്ളതായിരുന്നു, അതവന് വേണ്ടിയുള്ളതായിരുന്നില്ലെന്ന്, ജനത്തിനു വേണ്ടിയായിരുന്നെന്ന്. നമ്മൾ ചെയ്യുന്ന പലതിൻ്റെയും ഉദ്ദേശം, നേട്ടങ്ങൾ പലപ്പോഴും പിന്നാലെ വരുന്നവർക്ക് പ്രതീക്ഷ നൽകി വിട്ടുപോകയത്രേ. നമുക്ക് കാണാൻ സാധിച്ചെന്ന് വരില്ല. ഇതിനൊന്നും വ്യക്തമായ ഉത്തരമില്ല. നമ്മുടെ യാത്ര എവിടെ അവസാനിക്കുമെന്നറിയില്ല. എന്നിരുന്നാലും മുന്നോട്ട് പോകുന്നു, അസാധ്യമായതിനെയൊക്കെ മറികടന്ന് യാത്ര തുടരുക.
കീപ് ഗോയിങ് ഓൺ, നോട്ട് ഫോർ അവർ സെൽസ്. മറ്റുള്ളവർക്ക് വേണ്ടി മുമ്പോട്ട് പോകുക. ഗോഡ് ബ്ലെസ് യു ഓൾ. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടെല്ലാവരും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഈ സന്ദേശം നൽകിയത് ജോർജ് ജൂനിയർ കിഴക്കേവീട്.